ഇപ്പോൾ സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് മേപ്പാടിയിൽ നിന്ന്. സന്തോഷേ, ഇപ്പോൾ ജോഷില കള്ളാടിയിൽ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രണ്ട് മനുഷ്യജീവനുകൾ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഉറപ്പാണ്, കാരണം 2 ദിവസമായി. പക്ഷേ എന്നാൽ ആ മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഗൗരവമോ ആത്മാർത്ഥതയോ ഒന്നും ആ തെരച്ചിലിൽ കാണാൻ കഴിയുന്നില്ല എന്നാണ് ജോഷില പറയുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതാണെന്നാണ് ജോഷില വ്യക്തമാക്കുന്നത്. ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നത് മാത്രമേ അവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാലാവസ്ഥ എങ്ങനെയുണ്ട്? അനുകൂലമാണോ സന്തോഷേ? ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നോ? മനു, ഈ ഒരു ദുരന്ത മേഖലയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ഏകോപനം അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് ഇവിടെ വരുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും അതിനുശേഷമുള്ള ദുരിതാശ്വാസ കാര്യത്തിലായി കഴിഞ്ഞാലും ഒരു ഏകോപന കുറവ് കൃത്യമായി തന്നെ നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഈ മണ്ണിടിച്ചിലുണ്ടായ അന്നത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും ഈ തിരച്ചിലും മണ്ണ് മാറ്റുന്നതുമെല്ലാം പൂർത്തിയാകും എന്നുള്ളതായിരുന്നു അന്ന് ഇവിടെ ഇതിന് നേതൃത്വം നൽകിയവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും 2 പേർ ഇപ്പോഴും കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ്. അവരെ മനു പറഞ്ഞതുപോലെ തന്നെ അവർക്കും കുടുംബവും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരിങ്ങനെ ഓരോ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തടസ്സങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഇടവേളകളില്ലാത്ത ഒരു രക്ഷാ ദൗത്യം നടക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു പോരായ്മയായി തന്നെ വിലയിരുത്തേണ്ടി വരും. അതേസമയം തന്നെ ഇതിൻ്റെ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, അങ്ങനെയുള്ള കാരണങ്ങളിലേക്കാണ് കൂടുതൽ മന്ത്രിമാരും മറ്റും കടക്കുകയും ചെയ്യുന്നത്. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെയും മന്ത്രിമാർ വന്നപ്പോൾ പറഞ്ഞത് ഈ തുരങ്കപാതയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു പരിശോധന ആവശ്യമാണ്, അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങൾ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൃത്യമായിട്ടുള്ള ഏകോപനത്തിലുണ്ടാകുന്ന വീഴ്ച നമുക്ക് പല ഘട്ടങ്ങളിലായി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ജോഷില സൂചിപ്പിച്ചതുപോലെ തന്നെ. ഏതായാലും രക്ഷാപ്രവർത്തനം ഇന്നലെ ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു. അതിനുശേഷം പിന്നീട് കാലാവസ്ഥ അപ്പം തെളിഞ്ഞ സാഹചര്യമുണ്ടായി. പിന്നീട് വീണ്ടും രാത്രിയും എല്ലാം കനത്ത മഴ തന്നെയാണ്. ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് പ്രദേശത്തുള്ളത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് രക്ഷാപ്രവർത്തനം വീണ്ടും മന്ദഗതിയിലാകുന്നുണ്ട്. കൃത്യമായി മണ്ണ് മാറ്റുന്നതിന് തടസ്സം നേരുന്നുണ്ട്. മാത്രമല്ല പുഴയുടെ മീനാക്ഷി പുഴ ആ സമയത്ത് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന സമയത്ത് അവിടെ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഇന്നലെ അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ മഴ മാറി പുഴയെല്ലാം അല്പം തെളിഞ്ഞിരുന്നു. അവിടെ ഒരു കൈ ആ സമയത്ത് വെള്ളത്തിനടിയിൽ ഉയർന്ന് കണ്ടു. അങ്ങനെ അവിടെ നടത്തിയ പരിശോധനയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇനി 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരെല്ലാം സ്ഥലത്ത് സന്ദർശനം നടത്തി. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് പ്രയാസമേറിയ അവരുടെ അനുഭവങ്ങൾ ആണ് എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന് ഒരു കൃത്യമായിട്ടുള്ള മുൻ അനുഭവം, ദുരന്തങ്ങളെ നേരിട്ട ഏകോപനത്തിന് കൃത്യമായിട്ടുള്ള ഒരു മുൻ അനുഭവം നമുക്കുണ്ട്. പക്ഷേ അത് മലയാളികളെല്ലാം കണ്ടതാണ്. ആ രീതിയിൽ ഈ കള്ളാടി ദുരന്തത്തിൻ്റെ ഏകോപനവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായുള്ള ചോദ്യം ഈ വയനാട് നിവാസികൾക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ഈ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഇന്നും തിരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശക്തമായ മഴ കൂടി പ്രദേശത്ത് തുടരുകയാണ്. മനു.